എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് അവിശ്വസനീയമായ ഒരു വേദിയാണ് എനിക്ക് കൈവന്നിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ ശ്രീ ഗംഗാര പുരുഷോത്തമൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹത്തെ പറ്റി ഒരു അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഇത്രയും നന്നായിട്ട് പാടുന്ന ആൾക്കാരിരിക്കുന്നതിനിടയിൽ എന്നെപ്പോലെ ഒരാളെ വിളിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. വളരെ സന്തോഷവും അഭിമാനം തോന്നുന്നു. ശ്രീ ശിവനോട് ഒരു പ്രത്യേകം എൻ്റെ കടപ്പാട് അറിയിക്കുകയും ചെയ്യും. എനിക്ക് ശ്രീ ഗംഗാര പുരുഷോത്തമനെ ആയിട്ടുള്ള പരോക്ഷമായ ബന്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. തിരുവനന്തപുരത്തെ ട്രെയിനിങ് കോളേജിൽ, ഇപ്പോഴത്തെ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ BEd വിദ്യാർത്ഥികളായിരുന്നു രണ്ടുപേരും. അന്ന് വിദ്യാർത്ഥിയായിരുന്ന മറ്റൊരാളാണ് ശ്രീ KS ചിത്രയുടെ പിതാവായിട്ടുള്ള ശ്രീ കരമലകൃഷ്ണൻ നായർ സാർ. അതിന് പുറമെ എൻ്റെ അച്ഛൻ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ BEd പഠിച്ചു. ആ സമയത്ത് അവരെ സുഹൃത്തുക്കളായിരുന്നു. അച്ഛന് പാടുമായിരുന്നു, വേദി കയറാനായിട്ട് മടിയുള്ള ആളായിരുന്നെങ്കിലും ഇദ്ദേഹത്തെ എപ്പോഴും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്കറിയാം. കവങ്ങര സ്കൂളിലും വന്നിട്ടുണ്ട്, അദ്ദേഹം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അച്ഛനിപ്പോൾ ഇല്ല, ഇതേ പ്രായമായിട്ടുള്ള ആൾക്കാർ. വലിയ ഗ്രൂപ്പ് സാറും ആ സമയത്ത് ദേവരാജ മാഷൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അങ്ങനെ പരോക്ഷമായി അച്ഛൻ വഴി നമുക്ക് അറിയാം, പറഞ്ഞറിയാം. അതിന് പുറമെ ശ്രീലേഖ ശ്രീകുമാർ, രണ്ടുപേരെയും എനിക്ക് പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നെയ്യൂരെന്ന് പറഞ്ഞ കിഴക്കുള്ള സ്ഥലത്ത് വെച്ച ഒരു പരിപാടിക്ക് ഞങ്ങൾ ഒരുമിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം ഈ ഒരു അവസരം എനിക്ക് കിട്ടിയത്. നിങ്ങളെല്ലാവരെയും പോലെ ഞാനും കമ്പുറ പുരുഷോത്തമൻ അവരുടെ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഇവിടെ കേട്ട് കഴിഞ്ഞു, കുറച്ച് പാട്ട് കേട്ട് കഴിഞ്ഞു. ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് അദ്ദേഹം ഗാനഗന്ധർവൻ്റെ സ്ഥാനം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ മലയാളി എന്തുകൊണ്ട് വിസ്മരിച്ചു എന്ന് ഞാനിങ്ങനെ എന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയും ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ കാലം ഇങ്ങനെ മാറുന്ന അതിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്, പ്രത്യേക പോയിന്റ്. അതിൻ്റെ ഇടയിൽ പെട്ടുപോയാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. ഒരു മാറ്റം വരുന്ന സമയം ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നറിയില്ല. നമ്മുടെ ഈ യുവതലമുറ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ കൊച്ചു കുട്ടികൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വന്ന് വളരെ മികവുറ്റ 50-60 വർഷം മുമ്പുള്ള ഗാനങ്ങളാണ് പാടിയത്. അവരത് പാടിയെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഇഷ്ടഗാനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വളരെ അകലെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അടുത്തിടയ്ക്ക് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ കേരള ഗവൺമെൻറ് സംഘടിപ്പിച്ച ഒരു പരിപാടി, കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്ന് 10 കുട്ടികൾ വീതം പങ്കെടുക്കുന്ന ഒരു പരിപാടി, 140 കുട്ടികൾ. ഞാനപ്പോൾ അവിടെ വെച്ച് ചോദിച്ചു, കുട്ടികളെ വെച്ച് ഒരു കടലാസ് കൊടുത്തിട്ട് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗറിൻ്റെ പേരെഴുതുക. 150 കുട്ടികൾ, 140 കുട്ടികൾ. അതിൽ ഒരു കുട്ടിയാണ് യേശുദാസ്. 140 കുട്ടികളിൽ ഒരു കുട്ടി. 52 പേര് എഴുതിയിരിക്കുന്ന പേര് അദ്ദേഹത്തിൻ്റെ വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. എനിക്കത് നമ്മൾ 2 ദിവസം ഒരു വാർത്തയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. 2 ദിവസം കഴിഞ്ഞ് നോക്കണം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ. ചിലപ്പോൾ മോളിൽ ഒരു വെട്ടൊക്കെ ഇട്ട് പടം സോഷ്യൽ മീഡിയയിൽ പിന്നെ വരും. എന്നാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്തയുണ്ട്. അത് ഡബ്സി എന്ന് പറഞ്ഞിട്ടൊരു ഗായകൻ. ഇപ്പം നമ്മളിവിടെ പാട്ട് കേട്ടപ്പോൾ പറഞ്ഞു സ്വാത്വിക വിശുദ്ധിയുള്ള പാട്ടെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പാടിയിരിക്കുന്ന പാട്ട്, പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ കുറിക്കുന്നവനെ, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നവനെ എന്നാണെന്ന് കൂടെ ഞാൻ ഇവിടെ സന്തോഷാൽ സൂചിപ്പിക്കുന്നു. ഞാൻ വിലയിരുത്തലൊന്നും നടത്തുന്നു. അപ്പോൾ കാലം മാറിക്കൊണ്ടേയിരിക്കും, ഈ വരും കാലത്ത് മാറിക്കൊണ്ടിരിക്കും. ഞാനൊരിക്കൽ എൻ്റെ അച്ഛനോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനാരാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഉത്തരം പറഞ്ഞത് ഈ സേവാസദനം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം. MK ത്യാഗരാജ ഭാഗവതൻ ആണ് ഏറ്റവും ഇഷ്ട ഗായകൻ. എന്നോട് പറഞ്ഞു, ആ സിനിമ കണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് 6-7 തവണ ആ സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റി. അതായത് അത്രമാത്രം അതിൽ ഭ്രാന്തമായിട്ടുള്ള അഭിനിവേശം കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഭയങ്കര ഒരു സിനിമ നമ്മൾ കാണാതിരിക്കുന്ന ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് വിടുന്ന ഒരു വീഡിയോ കാസറ്റ് മദ്രാസിൽ നിന്ന് വരുത്തി ആ സിനിമയുടെ കുറച്ച് 10 മിനിറ്റേ കണ്ടുള്ളൂ. എനിക്ക് ഒന്ന് ഭ്രാന്തെടുക്കാൻ 5-6 തവണയൊന്നും കാണണ്ട, 10 മിനിറ്റ് കണ്ടാൽ മതി. കാരണം യാതൊരു ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ ഗവൺമെന്റ് വരികളുള്ള ഡയലോഗുകൾ ഇങ്ങനെ വിട്ടിട്ട്
നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട്, നാടകത്തിൽ അഭിനയിക്കുമ്പോൾ വളരെ ദൂരെ ആൾക്കാർക്ക് കാണണമെങ്കിൽ എക്സ്പ്രഷൻ ഇങ്ങനെ വളരെ ചെറിയ എക്സ്പ്രഷൻ ഒന്നും കാണാറില്ല. അപ്പം പിന്നെ അത്ഭുതപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയും കണ്ണൊക്കെ ഉരുട്ടി കാണിക്കുകയും അങ്ങനെ അഭിനയിക്കുകയും 2-3 ഗവൺമെന്റ് വരി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കച്ചേരിയാണ്. പിന്നെ കീർത്തനം ആലപിക്കും സംസ്കൃതത്തിലോ തമിഴിലോ. ആ പാട്ടുകാരനെ നമുക്ക് അറിഞ്ഞുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഒരു സിനിമ എടുത്തിട്ടുണ്ട്, നമുക്കറിയാം, കൈയിൽ ഡയറി എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ചുള്ള സിനിമയുണ്ട്, കമലഹാസനെ കുറിച്ച്. വളരെ രസകരമായ ജീവിതമാണ്. പക്ഷേ ആ 1950കളിൽ ഒരു വലിയൊരു കുത്തൊഴുക്കുണ്ടായി സിനിമാ പാട്ട്. ആ കുത്തൊഴുക്കിൽ പ്യൂർലി ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ മാറിയിട്ട് കുറച്ചുകൂടെ ക്ലാസിക്കൽ ഛായയുള്ള എന്നാൽ ഇപ്പോഴത്തെ ലൈറ്റ് മ്യൂസിക്കുമായിട്ട് അടുത്ത് നിൽക്കുന്ന പാട്ടുകൾ വന്നതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈശ്വരചിന്തയിൽ തന്നെ തുടങ്ങിയ പാട്ടുകൾ. നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു കർണാടക സംഗീത പിന്നെ ഈശ്വരചിന്തയും അതുപോലെ ഒരെണ്ണം ആത്മവിദ്യാലയം കർണാടക സംഗീതത്തിലെ ഒരു കീർത്തനം എടുത്ത് അതുപോലെ പാരഡി പോലെ എഴുതിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, ശ്യാമ രാഗത്തിലുള്ള പാട്ട്. മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. ഈ പാട്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രശസ്തമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിലൂടെയാണ് പിന്നെ ആത്മവിദ്യാലയം എന്ന് പറഞ്ഞ പാട്ടിലൂടെയാണ് ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് ചിലപ്പോൾ മനുഷ്യർ അറിയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ശ്രീ കമറ പുരുഷോത്തമൻ പാടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വലിയ മാറ്റം ഉണ്ടായി, കുത്തൊഴുക്കുണ്ടായി. അദ്ദേഹം പാടിയ പ്രണയ ഗാനങ്ങൾ എടുത്ത് നോക്കിയാൽ ഞാൻ ഒരെണ്ണം ഇവിടെ കുറിച്ച് വെച്ചു. അദ്ദേഹം നല്ല പ്രണയ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരെണ്ണത്തിന്റെ ഒരു ഉദാഹരണം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം. ഇതിന്റെ താഴെ കുറച്ച് പ്രണയമൊക്കെ വരുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ വരിയൊക്കെ വളരെ പ്രായോഗികമായിട്ടുള്ള വരിയാണ്. സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലെല്ലാം സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൈസ ഉണ്ടെങ്കിൽ ഈ ജീവിതം നല്ല സംഗീതമാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അതുപോലെ ഇതിന്റെ വേറൊരെണ്ണമാണ് മറക്കാൻ കഴിയുന്നു. മറക്കാൻ കഴിയുമോ പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണചിത്രങ്ങൾ മറക്കാൻ കഴിയും. ഇത് പ്രണയത്തെക്കുറിച്ചുള്ള പാട്ടാണെങ്കിലും അത് കഴിഞ്ഞു വന്ന കാലഘട്ടത്തിലെ പാട്ടുകളുടെ, അത് ഇദ്ദേഹത്തിന്റെ പാട്ടിന്റെ പ്രത്യേകതയല്ല, ആ വരികളുടെ പ്രത്യേകത, അത് വളരെ സാധാരണ ഒരു കാമുകിക്കും കാമുകനും ആലപിക്കാവുന്ന പ്രണയഗാനമാണ് പിന്നീട് വരുന്നത്. ഇവിടെ പിന്നെ മറക്കാൻ കഴിയുമോ പ്രണയം മനസ്സിൽ വരയ്ക്കും വർണ്ണചിത്രങ്ങൾ മായ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രണയത്തെക്കുറിച്ചിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാതെ കാമുകന് കാമിക്കും അങ്ങോട്ടും പറയാനൊക്കുന്ന ഒരു വരിയല്ല. ഇത് കുറച്ച് വല്ല പരീക്ഷയ്ക്ക് എഴുതാനൊക്കുന്ന രീതിയിൽ പ്രണയത്തെക്കുറിച്ചിട്ടൊരു ലേഖനം പോലെ സംഗീതമാക്കി വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന ഗാനങ്ങൾ ഒരു പ്രണയാതുരമായിട്ട് വളരെ ഒരു കാമുകൻ കാമുകിക്ക് പാടിക്കൊടുക്കാനൊക്കുന്ന പാകത്തിലുള്ള പാട്ടുകളായതുകൊണ്ടാണ്, വളരെ തരളമായ ഗാനങ്ങളായതുകൊണ്ടാണ് ഇന്ന് നിൽക്കുന്നത്. അതിൻ്റെ വരികളും അത് നേരിട്ട് അഭിസംബോധന ചെയ്യുകയാണ്, കാമുകിയെ അഭിസംബോധന ചെയ്യുകയാണ്. ഗായികേ നിൻ വിപഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ താവകാകുലിലാളിത ഒരു താളമായിരുന്നെങ്കിൽ ഞാൻ കൽപ്പനകൾ ചിറകണിയുന്ന പുഷ്പമംഗല്യരാത്രി വന്നു ചൂടിക്കുമായിരുന്നു ഞാൻ എന്നിലെ പ്രേമസൗരഭം എന്ന് പറഞ്ഞ വരിയും മറക്കാൻ കഴിയുമോ പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണചിത്രങ്ങളോടെ വരിയും തമ്മിൽ അതിന് കോൺടെക്സ്റ്റിന് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ബസ്സിനകത്തിരുന്നുകൊണ്ട് ചുമ്മാ ഒരു പകുതി തമാശകൾ ചേർത്ത് പാടുന്ന വരികളാണ്. പക്ഷെ അദ്ദേഹത്തിന് പാടാൻ കിട്ടിയ വരികൾ, ആ കാലഘട്ടത്തിൽ പാടാൻ കിട്ടിയ വരികൾ ആ കാലഘട്ടത്തിന്റെ ഒരു മാറ്റത്തിന്റെ ഒരു ഇടയിലായിരുന്നു. ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരികൾ, അദ്ദേഹം കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ ONV കുറുപ്പ് സാറിന്റെ വരികൾ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ അവ കുറവായി. അദ്ദേഹം കൂടുതലും തിരുനേനാർ കുറിച്ചിയുടെ വരികളാണ് അദ്ദേഹത്തിനായത്. അതുകൊണ്ടാണ് ആ മാറ്റത്തിന്റെ ഇതിലാണ്, അല്ലാതെ അദ്ദേഹത്തിന്റെ പാട്ടിന്റെ എന്തെങ്കിലും കുറവ് കൊണ്ടല്ല
ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും യേശുദാസിന് ഒരു ഉയർച്ച ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഇത്രയും എല്ലാമായിട്ടും നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിൽ പോകുന്നതേ ഇല്ല എന്നുള്ളതാണ്. ഏകാന്തതയുടെ അപാര തീരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കർണാടക സംഗീതത്തിൽ 2-3 ആൾക്കാരുണ്ട്, ഒരു പ്രത്യേക ശൈലികളുള്ള ആൾക്കാരാണ്. നമ്മൾ സാധാരണ വിചാരിക്കും നല്ല ശബ്ദമുള്ളവരാണ് സംഗീതത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്, നല്ല വ്യക്തതയോടെ പാടുന്നവർ, കൃത്യമായി പാടുന്നവർ. അങ്ങനെയൊന്നും അല്ലാന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഉദാഹരണത്തിന് MD രാമനാഥൻ, അദ്ദേഹം പാടുന്നത് മധുരതരമായ ശബ്ദത്തിലല്ല, പകരം നമുക്ക് ചില മൃഗങ്ങളെ ഓർമ്മ വരുന്ന ശബ്ദത്തിലാണ് അദ്ദേഹം പാടുന്നത്. അതാണ് അദ്ദേഹം പാടി തുടങ്ങുന്നത്. അതുപോലെ കൃത്യത, ഞാനൊരു ശൈലിക്ക് തന്നെ ഒരു പേര് പറയും, കെയർഫുൾ കെയർലെസ്നെസ് എന്ന് പറയും. അത് മധുരമണീയർ എന്ന് പറഞ്ഞ പാട്ടുകാരനുണ്ട്. അദ്ദേഹം പാടുന്നതായിട്ട് അത് ഉഴപ്പി പാടുകയാണ്. പക്ഷെ അദ്ദേഹം വളരെ പ്ലാൻ ചെയ്താണ് ആ ഉഴപ്പ് കേൾപ്പിക്കുന്നത്. വരി പാടുന്ന നമുക്കൊന്നും അദ്ദേഹം വലിയ താല്പര്യമില്ല പാടാൻ, ഉഴപ്പിയാണോ പാടുന്നത്. പക്ഷെ അവർക്ക് ഇന്നും ആരാധകർ, MD രാമനാഥൻ ഇന്നും ആരാധകർ. എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രീ കമകര പുരുഷോത്തമൻ ലളിത സംഗീതത്തിലെ MD രാമനാഥനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറ്. അതിന് ഏറ്റവും ഉത്തമമായി നമുക്ക് പറയാവുന്ന പാട്ടാണ് ഏകാന്തതയുടെ അപാരതീരം. ഞാനത് MD രാമനാഥൻ പാടുന്നതായിട്ട് സങ്കല്പിച്ചാണ് ആ പാട്ട് കേൾക്കുന്നത്. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്. മനോഹരമായ ഒരു സിനിമയായിരുന്നു അന്നത്തെ കാലത്ത്. ആ സിനിമയിലെ ഒരു പ്രേത കഥ എന്നുള്ളതിൻ്റെ ഒരു ഉദ്വേഗവും അതിനോടൊപ്പം ആ കടൽ തീരവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കോണ്ടെക്സ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട് എല്ലാം ഒത്തു വന്ന ഒരു സവിശേഷമായ പാട്ടാണ് അതിൻ്റെ മനസ്സിൽ പതിയുന്നത്. അതിൽ വളരെ ഹൈ പിച്ചിൽ, എൻ്റെ ചരണങ്ങളിൽ വളരെ ഹൈ പിച്ചിലായിട്ടുള്ള പ്രയോഗങ്ങൾ എല്ലാം അതിമനോഹരമായി. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ചോദിച്ചു, നമ്മുടെ M ജയചന്ദ്രനോട് ചോദിച്ചു, എന്ത് രാഗമാണ്, ഇടയ്ക്ക് കാനഡ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ പണ്ട് തന്നെ ഈ സംഗീത സംവിധായകർ രാഗ ചട്ടക്കൂടിനകത്ത് നിൽക്കാതെ പാട്ടുകൾ രചിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതങ്ങനെ ഒരു രാഗം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ പല സ്ഥലത്തും വേറെ പല പ്രയോഗങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പാട്ട് ആദ്യം കേൾക്കുന്ന പാട്ട് വളരെ കുഞ്ഞായിരുന്നപ്പോൾ റേഡിയോയിൽ കേട്ടത്, ഇതിൻ്റെ ഇപ്പോഴും അത് അത് റെക്കോർഡ് നമുക്ക് വേറെ ഉണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഈ പാട്ട് കേട്ടപ്പോൾ 1972 റെക്കോർഡ് ചെയ്ത കാസറ്റ് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ഈ പാട്ട് കേൾക്കുന്നുണ്ട്. ഗംഗാ യമുന സംഗമ സമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി. ഞാൻ യുദ്ധം വന്നപ്പം ആലോചിച്ചു. അദ്ദേഹം എൻ്റെ അവസാനം പറഞ്ഞു, ഈ യാഗശാല തകർക്കാനെത്തും സായുധ പാണികളെ കയ്യിലുയർത്തിയ ഗാന്ധീവവുമായി വരുന്നു ഭാരത പൗരൻ, വരുന്നു ഭാരത പൗരൻ. ഇതും എന്ത് രാഗമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജനഗണമനയുടെ രാഗം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ 2 സ്ഥലങ്ങളിൽ ശങ്കരാഭരണം പോലെ ഇരിക്കുന്ന രാഗത്തിൽ 2 സ്ഥലത്തിൽ കല്യാണിയുടെ മധ്യമം ഇങ്ങനെ കയറി വരുന്ന, അത് നമ്മുടെ ജനഗണമനയ്ക്കകത്തും അങ്ങനെയുണ്ട്. ഒരു സ്റ്റാൻസ് വരുമ്പോൾ ആ രാഗത്തിൽ നിന്ന് മാറി വരുന്നു, നമുക്ക് വരും, ഒരു സ്ഥലത്തെ വരുന്നു. ഈ പാട്ടാണ് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുകയും എൻ്റെ മനസ്സിൽ പതിയുകയും ചെയ്തിട്ടുള്ളത്. ഓർക്കുന്നത് ഏറെയാണെന്നുള്ളത് മാത്രമേ. ഇനി ആത്മവിദ്യാലയം എന്ന പാട്ടിനെ കുറിച്ച് ഞാനൊരു ചെറിയ പരാമർശം നടത്താൻ വിചാരിക്കുകയാണ്, പാട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇദ്ദേഹത്തിൻ്റെ വരികൾ, ഈ ആത്മവിദ്യാലയം എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. ഇദ്ദേഹം രചിച്ചിരിക്കുന്ന പുസ്തകമുണ്ട്. എൻ്റെ അഭിപ്രായം 100ാം വാർഷികമാകുമ്പോൾ പുനഃപ്രസിദ്ധീകരിക്കും, കുറച്ചും കൂടെ പുതിയ ക്വാളിറ്റിയിലെ പുസ്തകമാക്കി ലൈബ്രറികളിൽ നിറച്ച് കൊടുക്കുകയും അതെ അദ്ദേഹത്തിൻ്റെ സ്മരണ. ആത്മവിദ്യാലയം എന്ന് പറഞ്ഞ പാട്ട് എഴുതിയിരിക്കുന്നതും പാടിയിരിക്കുന്നതും ആ രംഗം അഭിനയിച്ചിരിക്കുന്നതും 3 പേരും കന്യാകുമാരി ജില്ലക്കാരാണ്, അടുത്തടുത്തുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ ലേഖനം വായിച്ചിരിക്കുന്നത്. ഇത് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോൾ ടൗണിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് ഇടതുവശത്ത് പോളയത്തോട് ശ്മശാനം, അവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
ഇതിൻ്റെ വരി എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഞാൻ ഇത്തിരി പഠിപ്പിക്കാനൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ഇതിനകത്ത് ദാർശനികമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു വരി പറയുന്നുണ്ട്, 10 ലഭിച്ചായാൽ 100 ദാഹം, 100നെ 1000 ആക്കാൻ മോഹം, 1000 10,000 ആകണം ആശക്തി. ഈശ്വരൻ. അപ്പൊ അതില് ആ വരികളെ എന്നെ ആകർഷിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടില് കണക്ക് പഠിപ്പിക്കുന്നു വളരെ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. എന്തിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമേ സ്വാതന്ത്ര്യം കിട്ടിയുള്ളൂ. വേറെ പല രീതിയിൽ കിട്ടാനുണ്ട്. അതിലൊന്നാണ് കണക്കിനോടുള്ള ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും കാലമായിട്ട് നമ്മൾ സ്കൂളിൽ എത്ര 99.99% എന്ന് പറഞ്ഞാലും ആ തോറ്റവരെ നോക്കിയാൽ അത് കണക്കായിരിക്കും. അതാണ് ഒരു പ്രത്യേകത. കണക്ക് പാഠപുസ്തകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഫിസിക്സിൻ്റെ പാഠപുസ്തകം തുറന്നാൽ 6-7 പേജിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയും. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് എക്സർസൈസ്, അര പേജ്. കണക്ക് പാഠപുസ്തകം അങ്ങനെയല്ല, അര പേജേ പറയുള്ളൂ, പിന്നെ 5-6 പേജ് എക്സർസൈസ് ആയി. അങ്ങനെയാണ് കണക്ക് പോകുന്നത്. അതിന് കാരണം കണക്കിനെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. വളരെ ലളിതമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയും. സർക്കിൾ എന്ന് പറഞ്ഞാൽ പശുവിനെ മരത്തിൽ കെട്ടിയിട്ട് അത് നടക്കുന്ന വഴി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തെങ്കിലും ഗുരുതരമായ കാര്യം വരുമ്പോൾ അവിടെ നിന്നൊന്നും പറയാറില്ല. ഇപ്പം പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഗുണിച്ച് കൂടുക. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ ആ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണ് മനുഷ്യൻ്റെ അത്യാഗ്രഹം. മനുഷ്യൻ്റെ അത്യാഗ്രഹം ജോമെട്രിക് പ്രോഗ്രഷനാണ്. 10 ലഭിച്ചായാൽ 100 ദാഹം, 100നെ 1000 ആക്കാൻ മോഹം, 1000 10,000 ആകണം ആശക്തിയിൽ അളവുണ്ടാകും. 10 ലഭിച്ചായാൽ 100 ദാഹം, 100നെ 1000 ആക്കാൻ മോഹം, 1000 10,000 ആകണം ആശക്തിയിൽ അളവുണ്ടാമോ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേയുലരി. ഇത് മഹാത്മാഗാന്ധിയും ഈ അത്യാഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞു നോക്കി ഇതുമായിട്ട് ചേർത്ത് ആലോചിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, there is everything for need of human beings, not for greed എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് തമാശ പറയുന്ന ആളല്ല. തമാശയായിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയണമെങ്കിൽ, മനുഷ്യനെ ഈ ജ്യോതിഷം നോക്കുന്നവർ പറയും മനുഷ്യന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നവഗ്രഹങ്ങളാണ്. എൻ്റെ അഭിപ്രായം നവഗ്രഹമല്ല, മനുഷ്യന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ. എൻ്റെ പേര് അത്യാഗ്രഹം. അതാണ് ഇവിടെയും ഈ പാട്ടിലും എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ മനോഹരമായ സംഗീതത്തിലൂടെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചിട്ടുള്ള ഗായകൻ എന്നുള്ള നിലയിലും ഞാൻ അദ്ദേഹത്തെ നിരന്തരം ഓർക്കാറുണ്ട്. ഈ പാട്ടുമായിട്ട് എൻ്റെ കണക്ഷൻ അങ്ങനെയാണ്. അതുപോലെ എനിക്ക് ഇതിൻ്റെ ശബ്ദത്തിനെ പറ്റി തോന്നിയിട്ടുള്ള ചില ഗായകർക്ക് വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവരുടെ കാലത്ത് പ്രമുഖരായ നടന്മാരും അവരും തമ്മിൽ ഒരു ശബ്ദ ചേർച്ച ഉണ്ടാകും. അപ്പോൾ യേശുദാസിന് കിട്ടിയ വലിയ ഒരു ഭാഗ്യമാണ്. യേശുദാസും പ്രേംനസീറും അങ്ങനെ ഒരു വലിയൊരു മാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഈ സംഗീതം ഈ ജീവിതം എന്നുള്ള പാട്ട് കേൾക്കുക, നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ ഇട്ട് നോക്കിയാൽ അത് പ്രേംനസീറാണ് പാടുന്നത്. അത് ശ്രീ നമ്പുറയാണ് ആലപിക്കുന്നത്. പക്ഷെ അവരുടെ ശബ്ദവും ആ പ്രേംനസീറിന്റെ ആകാരവും കൂടെ ചേരുന്നില്ല. അത് നമുക്ക് തോന്നലാണെന്ന് അറിയില്ല. പ്രേംനസീറിന്റെ യേശുദാസ് പാടിയ ഒരുപാട് പാട്ടുകൾ കേട്ട് തോന്നുന്നതാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മധു പാടുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ ചേരും. ഉമ്മർ പാടിയ വളരെയധികം ചേരും. പക്ഷെ പ്രേംനസീറിന് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. സംഗീതമേ ജീവിതമാണ് ഇത് പാടിയിരിക്കുന്നത്. പിന്നെ വേറൊരു പരാമർശം എനിക്ക് തോന്നിയത്, അദ്ദേഹത്തെ കുറിച്ച് തോന്നിയത് വേറൊരു മനോഹരമായ പാട്ടാണ്. പാട്ടും കൂടെ സംഗീതം ഈ ജീവിതമല്ല. തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ നെഞ്ച് വലിയ ഓർമ്മയില്ല. പെയ്യണ പൂങ്കിനാവേ എത്ര നാട് കൊതിച്ചിരുന്ന് നിന്നെന്നും തേ
പിന്നെ തേനൂറും പൂവാണെന്ന് പൂവാണ് തേനാണ് നീ എന്നല്ല. ഇത് ശരിക്കും ഈ കാലഘട്ടത്തിന്റെ മാറ്റത്തിന്റെ സമയത്ത് വന്ന പാട്ടാണ്. യഥാർത്ഥത്തിൽ ഒരു KPSC ഗാനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ധരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, വെള്ളാരം കുന്നിലെ പൊന്നിളം പൊൻകുളം കാട്ടിലെ കാറ്റേവാ. അതിന്റെ ആ നാടൻ ശൈലിയും അതിന്റെ വേഗവും എല്ലാം, അതുപോലെ ഉച്ചാരണം വളരെ ഒരു നാടൻ ശൈലിയിലുള്ള ഉച്ചാരണവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ്. അതിപ്പോഴും നമ്മളെ ആ KPSC ഗാനത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ പാട്ട് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ദേശ് എന്ന് പറഞ്ഞ രാഗത്താണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരിക്കലും പറയാതിരിക്കാൻ പോകാനൊക്കാത്ത കാര്യമാണ് അദ്ദേഹത്തിന്റെ സഹോദരി. ഇവിടെ സൂചിപ്പിച്ചു ഡോക്ടർ ലീല ഓംചേരി വളരെ പ്രഗത്ഭയായ പണ്ഡിത, സംഗീത പണ്ഡിത. ഈ മാസികക്കകത്ത് തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഡോക്ടർ ലീല ഓംചേരിയുടെ ഒരു ലേഖനമുണ്ട്. എനിക്ക് തോന്നുന്നു കർണാടക സംഗീതത്തിൽ ഒരു കീർത്തനത്തെ അധികരിച്ച് എഴുതിയിട്ടുള്ള ഏറ്റവും പ്രൗഢവും ഏറ്റവും ആഴത്തിലുള്ളതായിട്ടുള്ള ലേഖനമാണ് ഈ കാണുന്നത്. അത് സ്വാതിരുന്നാളുടെ ഒരു കീർത്തനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. രണ്ടുപേരും കർണാടക സംഗീതം പഠിച്ചതാണ്, ഒരുമിച്ച് പാടുമായിരുന്നു, ഒരുമിച്ച് പഠിച്ചവരാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടുന്നതിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റായിരുന്നു, കമ്പോസറായിരുന്നു, ദേവരാജൻ മാഷായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോ പാടുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നിലപാട് കാരണം അദ്ദേഹത്തിന്റെ റേഡിയോ സ്റ്റേഷൻ പാടാൻ വിളിച്ചിട്ടില്ല എന്നാണ് പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള എതിർപ്പ് കാരണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കീർത്തനത്തിന് സ്വാതന്ത്ര്യനാളിന്റെ ഒരു കീർത്തനത്തിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ സഹോദരി എഴുതിയിരിക്കുന്ന ലേഖനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ കുടുംബത്തിൽ എങ്ങനെയാണ് സംഗീതം നിലനിൽക്കുന്നത്, എത്ര ആഴത്തിലാണ് നിലനിൽക്കുന്നത്. ഡോക്ടർ ലീല ഓംചേരി സ്വാതന്ത്ര്യനാളിന്റെ കൃതികളുടെ പഴയ കാലത്ത് പഴയ മട്ടിൽ പാടുന്നത് എങ്ങനെയാണെന്നുള്ളത് മകളുമായിട്ട് ചേർന്ന് ഒരുപാട് പ്രസിദ്ധീകരിക്കുകയും പാടി കാസറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വിലപിടിച്ച കാര്യങ്ങളാണ് നമ്മുടെ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യനാളിന്റെ ഒരു പ്രമുഖമായിട്ടുള്ള കീർത്തനം പന്നഗേന്ദ്ര സൈന തുടങ്ങി കീർത്തനം ശങ്കരാചാര്യനുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എല്ലാവരും സംഗീതം താല്പര്യമുള്ള എല്ലാവരും വായിച്ചു പോകുന്നുണ്ട്. അത് നടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, സംഗീതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, വരികളുടെ അർത്ഥത്തിൽ തന്നെ ഒരു വ്യാഖ്യാനം വരിയെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഒരു വരിയിൽ ഒരു അക്ഷരം മാറ്റി എഴുതിയിട്ടുണ്ട്. മോദയാമി ജഗദീശ എന്ന് പറഞ്ഞിരിക്കുന്ന വരി അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ലേഖനമാണ്. ഇദ്ദേഹം നമ്മുടെ ഒരിടയ്ക്ക് നമുക്കറിയാം, അദ്ദേഹം പാടിക്കൊണ്ടിരുന്നതിന് ശേഷം ഒരിടയ്ക്ക് അദ്ദേഹം പാട്ട് നിർത്തുകയും ഏകദേശം 10-15 വർഷം പാടാതിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 3-4 സിനിമകളിൽ പാടി. അതിൽ 1-2 പാട്ടുകൾ വളരെ പ്രശസ്തമാണ്. അത് എന്തുകൊണ്ട് പാടാതിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടില് ഈ ഓരോ പ്രൊഫഷനകത്തും അസൂയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം സ്കൂളിൽ അധ്യാപകനായിരുന്നപ്പോൾ അദ്ദേഹം പാട്ട് പാടുന്നു, അതിന് പ്രതിഫലം പറ്റുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും ഗവൺമെന്റ് ഇങ്ങനെ പാടാൻ പാടില്ല എന്ന് ഒരു നിയമം തമിഴ്നാട്ടിലാണ് അവരൊരു ഓർഡർ ഇറക്കുകയും എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് വിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് അധ്യാപനം ഒരു ഫസ്റ്റ് ലവ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കി തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു പാട്ടുകാരൻ പാട്ട് നിർത്തി വെച്ച് പഠിപ്പിക്കാൻ പോകുന്നൊരു സംശയം. അതിന്റെ പുറത്താണ് അദ്ദേഹം വേറെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരു ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉവൈൻകുറുപ്പ് സാർ ഒരുപാട് കാലം പാട്ട് എഴുതിക്കൊണ്ടിരുന്ന ബാലമുരളി എന്ന് പറഞ്ഞ പേരിലാണ്. ഇതേ കാരണം കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പാടുമ്പോൾ അങ്ങനെ മാറ്റം വരുത്താൻ പേര് വെച്ച് മാറ്റിക്കൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇന്നിവിടെ അനുസ്മരിച്ച രീതി, നമ്മൾ ഒരു പ്രസംഗമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറെ ഗാനങ്ങൾ ഇവിടെ ആലപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ഗായകരെ ബഹുമാനിക്കാനുള്ള ഏറ്റവും മനോഹരമായ രീതി എനിക്ക് തോന്നുന്നു നമ്മൾ ഗാനാർച്ചന നടത്തുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം കൊള്ളുമായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികൾ തിരഞ്ഞെടുത്ത ഇവിടെ പാടാൻ, ചെറുപ്പക്കാരെ പാടാൻ തിരഞ്ഞെടുത്ത പാട്ടുകൾ നമ്മൾ എത്ര കാലം കഴിഞ്ഞ് നമുക്ക് പാട്ടുകൾക്ക് ഒരുപാട് മികവ് നമുക്ക് പുതിയ കാലഘട്ടത്തിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അതല്ലാതുള്ള പാട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്കല്ലാതെ നിലനിർത്താൻ സാധിക്കുമെന്ന് മാത്രമേ ഞാൻ പറയൂ. നമ്മുടെ സംസ്കാരത്തിനെ നമ്മൾ വളരെ പാരമ്പര്യമായിട്ടുള്ള സംസ്കാരത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ അതോടൊപ്പം
സമകാലീനമായിട്ട് നമുക്ക് സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ വലിയ ഈടുവെപ്പുകളാണ് ശ്രീ കമകര പുരുഷോത്തമൻ്റെ ആലാപനം, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹം പാടി നമുക്ക് തന്നിട്ടുള്ള പാട്ടുകൾ. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സംഗീത പ്രേമികളുടെ തലമുറയിൽ അത് വീണ്ടും തുടരമായിരിക്കുമെങ്കിലും സാധാരണ ജനങ്ങളുടെ തലമുറ, എൻ്റെ തലമുറ ഇരുന്നവരെങ്കിലും ഈ പാട്ടുകൾ സർവ്വപ്രചാരത്തിലായിരിക്കും. പക്ഷെ സംഗീത പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ടുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ആലാപന ശൈലി വെച്ച് നമ്മുടെ ഹൃദയഹാരിയായിട്ടുള്ള ഗാനങ്ങൾ തുടരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ പാട്ടുകൾ, കുട്ടികളുടെ പാട്ട് കേൾവി ശീലം മാറുമ്പോൾ അതൊരു കാലത്തിൻ്റെ അനിവാര്യതയായിരിക്കാം. എങ്കിലും ഞാനൊരു ചെറിയ കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പാട്ടുകൾ പുതിയ കുട്ടികൾ കേൾക്കുന്ന, പുതിയ തലമുറ കുട്ടികൾ കേൾക്കുന്ന പാട്ടുകൾ നമ്മളടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ പിന്നെ അവർ കേൾക്കുന്ന ഇവിടുത്തെ പാട്ടുകാർ തന്നെ ആയിരിക്കണമെന്നില്ല, പുറകെയിലെ പാട്ടുകാരൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. ആ പാട്ടിലെ വരികൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സെയിൻ മാലിക് എന്ന് പറഞ്ഞ പാട്ടുകാർ, മൈക്കൽ ജാക്സണേക്കാളും പ്രചാരത്തിലുള്ള പാട്ടുകാരൻ. ഇപ്പം അടുത്തിടയിട്ടത്തോ പാട്ട് നിർത്തുകയും പാകിസ്ഥാൻ ഒറിജിനുള്ള ബ്രിട്ടീഷുകാരൻ. അത് പാടിയ ഒരു പാട്ട് ഞാൻ എടുത്ത് കേട്ടു. എനിക്ക് പറയാൻ കാര്യം മടിയില്ല, എനിക്കത് പാട്ടാണെന്നേ തോന്നുന്നില്ല. പക്ഷെ ഞാൻ വരികളാണ് പരിശോധിച്ചത്. ആ വരി പരിശോധിച്ചപ്പോഴേക്കും ആ വരിയിൽ ആകെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അദ്ദേഹം പറയാതുരനായിട്ട് പാടുകയാണ്, എൻ്റെ പെണ്ണിനെ എല്ലാവരും പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നേ എന്ന് മാത്രമേ വരിയുള്ളൂ. ഒറ്റ വരിയുള്ളൂ. ആ വരി തന്നെ ആവർത്തിച്ച് പല പല തുള്ളലോടും കൂടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്താണ് അകലെ അകലെ നീലാകാശം, നീ ഇല്ലെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള ആ ചട്ടത്തിലെ വരികൾ പറഞ്ഞിരിക്കുന്നത്, എത്ര മനോഹരമായിട്ട് പ്രണയത്തിനെയും കാമുകിയോടുള്ള ആവേശത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പ്രകൃതിയിലെ ബിംബങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയിലെ ബിംബമില്ല, വളരെ ലളിതമായി പറയുകയാണ്, എൻ്റെ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത് എന്ന് പറയുന്ന പാട്ടാണ് ലോകത്തെ ഏറ്റവും ആൾക്കാർ കേൾക്കുന്ന പാട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തലമുറകളുടെ മാറ്റമായിരിക്കും. നമ്മൾ വിലയിരുത്തൽ നടത്തുകയോ അവരെ പിന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരുടെ ലോകമാണ്, നമ്മുടെ ലോകമല്ല. അവരാണ് ഇനി ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മളവരെ അധിക്ഷേപിക്കുമ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്, 10-25 വർഷം കഴിഞ്ഞാൽ കമകര അനുസ്മരണം നടത്താൻ ഈ ഡബ്സിയുടെ പാട്ട് കേട്ട് പരിചയിച്ച ഒരാളായിരിക്കും ഇവിടെ വരുന്നത്. 19 വയസ്സുള്ള ഒരാളായിരിക്കും ഇവിടെ വരുന്നത്. അവര് പഴയ കാലത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്തെ കുറിച്ച് 25 വർഷം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ പഴയ കാലം എന്ത് മനോഹരമായ കാലമായിരുന്നു. രാവിലെ എണീച്ചാൽ ഉടനെ മൊബൈൽ നോക്കിയതിന് ശേഷം നമ്മൾ വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ നോക്കും, കൊള്ളാവുന്ന ഫേസ്ബുക്കിൽ പോകും, നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ചില ഗ്രൂപ്പുകളിൽ പോയി നമ്മൾ ചില ചർച്ചകൾ നടത്തും. ഇത് മനോഹരമായ പങ്കാളിത്തമുള്ള ഒരു കാലമാണ്. ഇപ്പോഴത്തെ പിള്ളേർ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് ബ്രെയിൻ വേവ് ഉപയോഗിച്ച് അവരെ സുഖം നേടുകയാണ്. അവരെ ഒന്നും കാണുന്നില്ല, വായിക്കുന്നില്ല, കേൾക്കുന്നില്ല, നേരിട്ട് വായിച്ചാലുള്ള അനുഭവം ബ്രെയിനിൽ എത്തിക്കുകയാണ് എന്ന് പറഞ്ഞ് അയാൾ അവിടെ വന്ന് ഈ ഇന്നത്തെ കാലത്തെ, അതുപോലെ ഈ തഫ്സീയുടെ പാട്ട് എന്ത് മനോഹരമായ പാട്ടായിരുന്നു. അതിൽ ചോരയുടെ തുടിപ്പിനെ പറ്റി അതിനകത്ത് സംസാരമുണ്ടായി. ഹരിശ്രീ പേനാക്കത്തി കൊണ്ട് സൂക്ഷ്മമായിട്ട് എഴുതുന്നതിനെ കുറിച്ച് പറയുമായിരുന്നു. എന്ത് ഗൃഹാതുരത്വം ഉണർത്തുന്ന പാട്ടുകൾ എന്ന് പറയുന്ന ഒരു തലമുറ 25 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ വിലയിരുത്തലൊന്നും നടത്താൻ പോകണ്ട. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം സൗഭാഗ്യം സിദ്ധിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം. നമുക്ക് കമകര പുരുഷോത്തമനെ പോലുള്ള ദൈവ സ്പർശം ലഭിച്ചിട്ടുള്ള ഗായകൻ, വൈവിധ്യമാർന്ന ഗായകൻ, അദ്ദേഹമുണ്ട് യേശുദാസ്, വിജയിച്ചത്, ഇങ്ങനെയുള്ള പാട്ട് കേൾക്കുക. ഞാനിവിടെ എനിക്ക് ആലോചിക്കുന്നത് നമ്മൾ ഈ സാഹിത്യനെയൊക്കെ, ഞാൻ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസുഖവും, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെറിയൊരു കെട്ടിടമാണ്. നമ്മൾ വിദേശത്തിൽ ഇരുന്നിട്ട് പൂച്ച കെട്ടിടം, യൂണിവേഴ്സിറ്റിയെക്കാളും വലുതാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അസുഖ തോന്നുമ്പോൾ നമ്മൾ പറയും എന്തൊക്കെ ആയിട്ടെന്താ കാര്യം, സ്വർണ്ണചാമരം വീശിയെത്തുന്ന പറഞ്ഞ് പാട്ട് കേട്ട് ആസ്വദിക്കാൻ തിരിയില്ലല്ലോ, പഴങ്കഞ്ഞി കണ്ണിമാങ്ങ അച്ചാറുകൾ തിരിയില്ല, എന്തായിട്ടൊക്കെ കാര്യം. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി, ഈ നമ്മുടെ സ്വർണ്ണചാമരം ഇംഗ്ലീഷിലേക്ക് മാറ്റി എങ്ങനെയെങ്കിലും ഒന്ന് ആലപിച്ച് ഇവരെ കേൾപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ അത്രയും തർജ്ജമ ചെയ്യാൻ എനിക്ക് അറിഞ്ഞില്ല, ശ്രമിച്ചൊക്കെ നോക്കി, അതുകൊണ്ട് ശരിയാവുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ അഹങ്കാരത്തോടെ ഇരിക്കാവുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് കേട്ട പാട്ടുകൾ. അതുപോലെ ശ്രീ കമകര പുരുഷോത്തമനെ പോലെ ദൈവസ്പർശമുള്ള ഗായകർ നമുക്കുണ്ട്. അവർ നമ്മുടേതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവരുടെ പാട്ടുകൾ നമ്മൾ ആവർത്തിക്കുന്നു, അവരെ സ്നേഹത്തോടെ വീണ്ടും 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 ഓർക്കുന്നു.
അത് ആണ് നമ്മുടെ ഈ തലമുറയിൽ ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ജന്മ സൗഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പ്രസംഗ തൊഴിലാളിയാണ്,